ബി.ജെ.പിക്കും ബി.ജെ.പി കൂട്ടിലടച്ച തത്തയായ CBI എന്ന കേന്ദ്ര ഏജൻസിക്കും കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഇന്ന് സുപ്രീം കോടതി ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ഉജ്വൽ ഭുയാനും അധ്യക്ഷരായ ബെഞ്ചാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. CBIക്ക് രൂക്ഷ വിമർശനമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നതിനോടൊപ്പം തന്നെ ജസ്റ്റിസുമാർ തമ്മിലുള്ള വിയോജിപ്പിനും അരവിന്ദ് കെജ്രിവാളിന്റെ കേസ് ഇന്ന് സാക്ഷ്യം വഹിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ജസ്റ്റിസ് ഉജ്വൽ ഭൂഷൺ കൂടി ഭാഗമായ ബെഞ്ചാണ് അരവിന്ദ് കെജ്രിവാളിന്റെ കേസ് പരിഗണിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തെ CBI അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണം, അതോടൊപ്പം ജാമ്യം അനുവദിക്കണം. എന്നാൽ ഇത് നിയമവിരുദ്ധമല്ല എന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് തുടക്കത്തിലെ വ്യക്തമാക്കുകയുണ്ടായി. CBI അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ലെന്ന് പറഞ്ഞ അദ്ദേഹം പക്ഷേ ED കേസിലെ അതേ ഉപാധികളോടെ ഇത്തവണയും ജാമ്യം അനുവദിക്കാൻ തയ്യാറായി. എന്നാൽ പെട്ടെന്ന് ജസ്റ്റിസ് ഉജ്വൽ ഭുയാൻ ബെഞ്ചിലെ മറ്റൊരംഗം കൂടിയായ ജസ്റ്റിസ് ഉജ്വൽ ഭുയാൻ അതിരൂക്ഷ വിമർശനങ്ങളുമായി കടന്നു വരികയുണ്ടായി. അദ്ദേഹം CBIയോട് പറഞ്ഞത് CBIക്ക് 22 മാസം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യേണ്ടായിരുന്നു. അദ്ദേഹത്തിന് ED കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് CBI ഉണരുകയും അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അതിന് പിന്നാലെ ജസ്റ്റിസ് ഉജ്വൽ ഭുയാൻ വാക്കാലാണെങ്കിൽ പോലും രൂക്ഷമായ പരാമർശങ്ങളാണ് CBIക്കെതിരെ നടത്തിയത്. CBI കൂട്ടിലടച്ച തത്തയാണെന്ന ജനങ്ങളുടെ ധാരണ മാറ്റേണ്ട ഉത്തരവാദിത്തം CBIക്ക് തന്നെയാണെന്നും അതോടൊപ്പം CBI സീസറിന്റെ ഭാര്യയെ പോലെ സംശയത്തിന് അതീതയായിരിക്കണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു. അതോടൊപ്പം ജസ്റ്റിസ് ഉജ്വൽ ഭുയാൻ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശം ED കേസിൽ ജാമ്യത്തിൽ കഴിഞ്ഞിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് നിയമവ്യവസ്ഥയോടുള്ള പരിഹാസമാണെന്ന് പോലും ജസ്റ്റിസ് ഉജ്വൽ ഭുയാൻ പറഞ്ഞു വെച്ചു. എന്നാൽ ഇതിൽ കൂടുതൽ കടന്ന് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുകൂടി പറഞ്ഞാണ് ജസ്റ്റിസ് ഉജ്വൽ ഭുയാൻ തൻ്റെ പരാമർശങ്ങൾ അവസാനിപ്പിക്കുന്നത്. ജസ്റ്റിസ് സൂര്യകാന്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഈ കേസിനെ ജസ്റ്റിസ് ഉജ്വൽ ഭുയാൻ വിലയിരുത്തുന്നതും മനസ്സിലാക്കിയതും. എന്തായാലും ജസ്റ്റിസുമാർ തമ്മിലുള്ള തർക്കത്തിലേക്ക് പോലും ഇന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ കേസ് നീണ്ടു എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ CBIക്ക് ഒരിടക്കാലത്തിന് ശേഷം ഏറ്റവും കൂടുതൽ രൂക്ഷ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നതും ഇവിടെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ റിലീസ് അല്ലെങ്കിൽ ജാമ്യം അതൊരു BJP തന്ത്രമായാണ് പലരും സമൂഹ മാധ്യമങ്ങളിൽ വിലയിരുത്തുന്നത്. അതിന് പ്രധാനപ്പെട്ട കാര്യം ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും പരസ്പരം മത്സരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനാകുന്നതോടെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആം ആദ്മി പാർട്ടിയുടെ സ്റ്റാർ ക്യാമ്പയിനറിൽ ഒരാളായി അരവിന്ദ് കെജ്രിവാൾ മാറും. ഇതിൻ്റെ ഗുണം ഏറ്റവും കൂടുതൽ ലഭിക്കാൻ പോകുന്നത് BJPക്കാണ്. കാര്യം ത്രികോണ മത്സരത്തിൻ്റെ ഒരു സാധ്യത ചില മണ്ഡലങ്ങളിലെങ്കിലും ഹരിയാനയിൽ തെളിഞ്ഞു വന്നാൽ അത് ആം ആദ്മി പാർട്ടിയേക്കാളേറെ BJPക്ക് ഗുണം ചെയ്യും എന്നതാണ് യാഥാർത്ഥ്യം. 10 വർഷത്തിന് ശേഷം BJPക്ക് ഹരിയാനയിൽ ഭരണം നഷ്ടപ്പെടുമെന്നൊരു സാഹചര്യം നിലനിൽക്കുന്ന ഈ ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ക്യാമ്പയിനറായി കെജ്രിവാൾ കൂടി ഹരിയാനയിൽ എത്തിയാൽ അത് BJP ക്യാമ്പിന് ഒരൽപ്പം ആശ്വാസം നൽകുന്ന കാര്യമാണ്. കാരണം അത് വോട്ട് ഭിന്നിപ്പിന് കാര്യമാകും എന്നത് ഉറപ്പാണ്. എന്തായാലും അരവിന്ദ് കെജ്രിവാളിനെ BJP കുടുക്കുന്നത് ഡൽഹി മദ്യനയ അഴിമതി കേസിലാണ്. ഡൽഹി മദ്യനയ അഴിമതി കേസ് ആരംഭിക്കുന്നത് 2021 നവംബർ 17-നാണ്. അന്നാണ് ഡൽഹിയിൽ പുതിയ മദ്യനയം അവതരിപ്പിക്കപ്പെടുന്നത്. ആ മദ്യനയത്തിന്റെ ലക്ഷ്യങ്ങളായി അരവിന്ദ് കെജ്രിവാളും അതിൻ്റെ ഉപജ്ഞാതാവായ അന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും പറഞ്ഞത് ഇത് സർക്കാരിൻ്റെ വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കാനും അതോടൊപ്പം തന്നെ മദ്യവിൽപ്പനയിലെ കരിഞ്ചന്തയുടെയും മാഫിയകളുടെയും സ്വാധീനം കുറയ്ക്കുവാനും വേണ്ടിയാണ് എന്നാണ്. പക്ഷേ മദ്യനയം അവതരിപ്പിക്കപ്പെട്ട ശേഷം വലിയ വിമർശനങ്ങളാണ് അത് ക്ഷണിച്ചു വരുത്തിയത്. പ്രധാനമായും സർക്കാർ പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് മദ്യവിൽപ്പന തീരെഴുതി എന്ന ആക്ഷേപം. 2, മദ്യത്തിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് പോലും ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉയർന്നു. ഇതിന് പിന്നാലെ BJPയും കോൺഗ്രസും അഴിമതി ആരോപണവുമായി രംഗത്തെത്തി.
BJP ഒരു പടി കൂടി കടന്ന് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയ്ക്ക് പരാതി നൽകുകയുണ്ടായി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ VK സക്സേന എന്ന ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറാണ് ആദ്യമായി ചീഫ് സെക്രട്ടറിയോട് ഒരു റിപ്പോർട്ട് തേടുന്നത്. ഈ റിപ്പോർട്ടിൽ ലൈസൻസുകൾക്ക് ഡൽഹി സർക്കാർ അനർഹമായി 144 കോടി രൂപയുടെ ഇളവ് നൽകിയതായി ചീഫ് സെക്രട്ടറി രേഖപ്പെടുത്തി. ഇതിന് പിന്നാലെ CBI അന്വേഷണത്തിന് ലഫ്റ്റനന്റ് ഗവർണറും ശുപാർശ ചെയ്തു. ആദ്യം CBI ആണ് കേസ് അന്വേഷിച്ചതെങ്കിൽ പിന്നീട് കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന കേസ് കൂടി ഇതിനകത്ത് ചേർത്ത് ED രംഗപ്രവേശനം ചെയ്തു. EDയുടെ രംഗപ്രവേശനത്തോടെയാണ് മനീഷ് സിസോദിയ അറസ്റ്റിലാകുന്നത്. അതിന് പിന്നാലെ സഞ്ജയ് സിംഗ് എന്നൊരു മുതിർന്ന ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അറസ്റ്റിലാവുന്നു. BRSന്റെ ഭാരതീയ രാഷ്ട്ര സമിതി എന്ന പഴയ തെലങ്കാന രാഷ്ട്ര സമിതിയുടെ നേതാവ് K കവിത അറസ്റ്റിലാവുന്നു. അതിനുമൊടുവിൽ ഏതാനും മണിക്കൂറുകൾ മാത്രം ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വരാനുള്ള സമയമുള്ള നേരത്ത് അരവിന്ദ് കെജ്രിവാളും അറസ്റ്റിലാകുന്നു. അതിനുശേഷം അരവിന്ദ് കെജ്രിവാൾ മാസങ്ങളോളം ജയിലിലായിരുന്നു. ഇടക്കാലത്ത് അദ്ദേഹത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു ജാമ്യം ലഭിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. അതൊഴിച്ചു നിർത്തിയാൽ അദ്ദേഹം മാസങ്ങളായി ജയിലിലാണ്. ഒരു രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇത്ര കാലം ജയിലിൽ കഴിയേണ്ട അവസ്ഥ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇത് ആദ്യമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും അരവിന്ദ് കെജ്രിവാളിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ ജാമ്യം എങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ബാധിക്കും, ഹരിയാന തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു.